മമ്മൂക്കയുടെ ഒരാള് ഐ ലവ് യു ഒക്കെ പറഞ്ഞു, മമ്മൂക്ക താങ്ക് യു ഒക്കെ പറഞ്ഞു, ഭയങ്കര വൈറലായി നിൽക്കാണ്. മമ്മൂക്ക ഐ ലവ് യു മോർ. മമ്മൂക്ക ഐ ലവ് യു എന്ന് പറയുമ്പോൾ താങ്ക് യു എന്ന് പറയുന്നുണ്ടെന്നും പിന്നെ ഞാൻ ആ കൈ തന്നതിന് ശേഷം ആ കയ്യിൽ ഞാനും ഉമ്മ വെച്ചു എന്നെല്ലാം ഞാൻ ആ വീഡിയോ കാണുമ്പോഴാണ് ഞാൻ ശരിക്കും അറിയുന്നത്. ഇപ്പോഴും ആ ഒരു ഫീലിങ്സ് ഒന്നും നമുക്ക് മാറിയിട്ടില്ല. വീഡിയോ കണ്ടപ്പോഴേ ഞാൻ കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കണ്ടു. ഇത്രയും വൈറലാവും, ഒത്തിരി പേര് കാണും, കമൻറ്റ് ചെയ്യുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. ഒരു ചേട്ടൻ കാലിക്കട്ടിൽ നിന്ന് അവരുടെ ഒരു ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിന് ചെല്ലണമെന്ന് പറഞ്ഞ് വിളിച്ചു. കാരണം മമ്മൂക്കൻ്റെ കൈ എൻ്റെ കയ്യിൽ തൊട്ടില്ലേ, അതുകൊണ്ട് ആ കൈ കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്ത ആ ഒരു നന്മയും അവർക്കുണ്ടാവും. കൂടെ നിന്ന് സെൽഫി എടുക്കണം, പിന്നെ ചിലർക്ക് കയ്യിൽ ഉമ്മ തരണം. സ്നേഹബന്ധത്തിനൊക്കെ വില കൽപ്പിക്കുന്ന ഒരാളാണല്ലോ, അപ്പൊ ഞാനും അങ്ങനെ തന്നെയാണ്. നീ മമ്മൂക്കേനെ നേരിട്ട് കണ്ടൊന്ന് സംസാരിക്കാൻ പറ്റിയ എന്തായിരിക്കും മമ്മൂക്കയോട് പറയാനുള്ളത്? ചേച്ചി, അപ്പോൾ കുറച്ച് ദിവസം മുന്നേ മമ്മൂക്കയുടെ ഒരാള് ഐ ലവ് യു ഒക്കെ പറഞ്ഞു, മമ്മൂക്ക താങ്ക് യു ഒക്കെ പറഞ്ഞു, ഭയങ്കര വൈറലായി നിൽക്കാണ്. അപ്പൊ ആ ആരാധികയാണ് എൻ്റെ കൂടെ ഉള്ളതല്ലേ, ജീന ചേച്ചിയാണ് എൻ്റെ കൂടെ ഉള്ളത്. എന്താ തോന്നുന്നിപ്പോ ഈ ഒരു മൊമെന്റില് ഇത്രയും വൈറലായി? ഇപ്പം നമ്മളിങ്ങനെ മുൻകൂട്ടി ആലോചിച്ചിട്ടൊന്നും അല്ലായിരുന്നു, പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ അവിടെ ചെല്ലാനും കാണാനെല്ലാം പറ്റി. പക്ഷേ ആ ഒരു മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടി തുടങ്ങുമായിരുന്നല്ലോ. അപ്പം തുടങ്ങുമ്പം പെട്ടെന്ന് ഞാൻ അങ്ങനെ ഒന്നും എനിക്ക് ഞാൻ പോലും അറിയാണ്ട് അങ്ങനെ പറയാൻ വേണ്ടി തോന്നി. അതിനുശേഷം മമ്മൂക്ക അതിനോട് റെസ്പോണ്ട് ചെയ്ത് താങ്ക് യു പറഞ്ഞ് പിന്നെ എണീറ്റ് വന്ന് എനിക്ക് കൈയെല്ലാം തന്നു കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഇപ്പോഴും ആ ഒരു ഫീലിങ്സ് ഒന്നും നമുക്ക് മാറിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. ആദ്യമായിട്ട് വീഡിയോ എങ്ങനെയാണ് കാണാനിടയായത്? അത് എൻ്റെ ഒരു ഫ്രണ്ട് UK നിന്ന് അവനിങ്ങനെ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു, ജീന നിന്നെ ഇങ്ങനെ കണ്ടല്ലോ, ഞാനിപ്പോൾ ഫേസ്ബുക്കിലൊരു വീഡിയോ കണ്ടിട്ടേ ഉള്ളൂ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ തന്നെ അത് എനിക്ക് അയച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ അയച്ചു തരുമ്പോഴാണ് ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ആ വീഡിയോ ഇങ്ങനെ കണ്ടത്. ഞാൻ വീഡിയോ കണ്ടപ്പോഴേ ഞാൻ കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കണ്ടു. അതിനുശേഷം പിന്നെ അത് പക്ഷേ ഇത്രയും വൈറലാവും, ഒത്തിരി പേര് കാണും, കമൻറ്റ് ചെയ്യുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. ആ ഒരു മ്യൂസിക്കും എല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും ആ ഒരു വീഡിയോയ്ക്ക് ഒരു ഭയങ്കര സോളുള്ള പോലെ തോന്നി. അങ്ങനെ എനിക്കും അത് കണ്ടവർക്കും എല്ലാവർക്കും ഭയങ്കര ഒരു ഇമോഷണൽ ഒരു ഇതിലേക്ക് എല്ലാവരും പോയി, ഭയങ്കര കമൻസ് എല്ലാം വന്ന് അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ എല്ലാ പ്ലാറ്റ്ഫോമിലും അതെല്ലാം കണ്ടു. ഓക്കെ, അപ്പം മമ്മൂക്ക ചങ്ങമ്പുഴ പാർക്കിൽ വരുന്നുണ്ടെന്ന് എങ്ങനെയാണ് അറിഞ്ഞത്? അത് ഞങ്ങളിങ്ങനെ ആ ദിവസം സൺഡേ ഇങ്ങനെ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ പെട്ടെന്ന് മോളുടെ ഫ്രണ്ട് വിളിച്ചു, ആരാധ്യ വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ ചങ്ങമ്പുഴ പാർക്കിലാണ്, മമ്മൂട്ടി ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ മോൾ ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു മമ്മൂട്ടി വന്നിട്ടുണ്ട് ചങ്ങമ്പുഴ പാർക്കിലെന്ന്. അപ്പോൾ എനിക്ക് എന്താ ഏതാണെന്നൊന്നും ആ സമയത്ത് ഞാൻ വേഗം തന്നെ ഏട്ടനോട് പറഞ്ഞു മമ്മൂട്ടി വന്നിട്ടുണ്ട്, എനിക്ക് കാണണം, എന്നെ കൊണ്ടുപോകുമെന്ന് ചോദിച്ചു. ഏട്ടൻ പറഞ്ഞു അതിനെന്താ വേഗം ഒരുങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ വേഗം ഒരുങ്ങി ഏട്ടൻ നമ്മളെ കൊണ്ടുവന്ന് വരുന്ന സമയത്തും നമ്മൾ വിളിച്ച് അന്വേഷിച്ചു എന്ത് പ്രോഗ്രാമാണ് എപ്പോഴാണ് പോകുന്നതെന്നൊന്നും അറിയത്തില്ല, കുറേ നേരം ഉണ്ടാവുമെന്നൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ വേഗമായിട്ട് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ അവിടെ ദൂരെയായിരുന്നു കാറ് നിർത്തി, ഞാൻ വേഗം കാറിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോന്നു. കാരണം എങ്ങാനും പോകാനൊക്കെ ഇറങ്ങുവാണെങ്കിൽ വേഗം ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കാണാമല്ലോ എന്ന് ഓർത്തിട്ട് വേഗം ഞാൻ ഓടിപ്പോരുമായിരുന്നു. മോളും ഉണ്ടായിരുന്നു, പിന്നെ മോളുടെ ഫ്രണ്ട് സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വന്നിരുന്ന് പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ കുറച്ച് ഫ്രണ്ടിലോട്ടിരുന്ന് പിന്നെ ഏറ്റവും ഫ്രണ്ടിൽ പോയിരുന്ന് നമുക്ക് എണീറ്റ് പോകുമ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് സ്റ്റേജിൻ്റെ അടുത്തേക്ക് ഞാൻ ചെന്നത്. ആർക്കുള്ളിൽ ഇങ്ങനെ ഒരു മമ്മൂട്ടി ആരാധിക ഉണ്ടായിരുന്നു എന്ന് അറിയായിരുന്നോ നേരത്തെ? ഇല്ല, ആദ്യമായിട്ടാണ് അറിയുന്നത്. എന്ത് തോന്നിയാണ് ആ ഒരു വീഡിയോ കണ്ടിട്ട്? ചേട്ടൻ എന്ത് തോന്നി? ഹാപ്പിയായി, അത്രേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല. ഏട്ടന് ഭയങ്കര സപ്പോർട്ടീവാണ്. എനിക്ക് എന്താണോ ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നത് അത് ഏട്ടൻ അങ്ങനെ തന്നെയാണ്. മമ്മൂക്ക ഫാനാണെന്നൊക്കെ ഏട്ടനറിയാം, നമ്മളെപ്പോഴും പറയുകയൊക്കെ ചെയ്യുമല്ലോ. പക്ഷേ എങ്കിൽ പോലും അത് ഇങ്ങനത്തെ ഒരു ഇത് ഉള്ളിൽ കിടക്കുന്നുണ്ടെന്നുള്ളതൊന്നും അത് ഏട്ടൻ അത്ര വിചാരിച്ചിരുന്നില്ല. മക്കൾക്ക് അറിയാമായിരുന്നു, അതാണോ ഓടി വന്നിട്ട് അമ്മയുടെ പറഞ്ഞത്? എന്തായിരുന്നു, എങ്ങനെയാണ് അറിഞ്ഞത്? എന്ന് വെച്ചുകഴിഞ്ഞാല് അമ്മക്ക് പണ്ട് മുതലേ മമ്മൂക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട് അങ്ങനെ വിളിച്ചപ്പോഴത്തേക്കും അമ്മക്ക് ഇഷ്ടമല്ല, അപ്പം കാണാം ആ ഒരു രീതിയിൽ ഞാൻ ചെന്ന് പറഞ്ഞു. അപ്പം തന്നെ ഭയങ്കര ഹാപ്പിയായി ഞങ്ങൾ വന്ന് കാണാനായിട്ട്. ഇവിടെ എന്താ ഒന്നും പറയാനില്ലേ? കൂടെ വന്നിട്ടില്ലായിരുന്നു, അപ്പം നമുക്കിന്ന് കാണാൻ പോകുന്നതായിരുന്നു ആ ഒരു മാത്രമേ. പക്ഷെ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി, അമ്മ ഭയങ്കര ഇമോഷണലായി.
അമ്മ പൊതുവേ നല്ല ഇമോഷണൽ ആണ്. അപ്പൊ അങ്ങനെ ഒരു മൊമെന്റില് പിന്നെ ഒന്നാമത് ആ വീഡിയോ വൈറലുമായി. അപ്പൊ ഭയങ്കര ഹാപ്പിയായി. മമ്മൂക്കെ കാണുമ്പോ ഇങ്ങനെ അമ്മ വൾണറബിൾ ആയിട്ട് പെരുമാറുമെന്ന് ഒരു ഇതുണ്ടായിരുന്നു. ഭയങ്കര ഇമോഷണൽ ആളാണ്, പെട്ടെന്ന് ഇമോഷണൽ ആവും. അതിന്റെ അത് ചേച്ചി പോലും അറിഞ്ഞിട്ടില്ല, വീഡിയോ കണ്ടിട്ടാണ് ഓട്ടോമാറ്റിക്കായിട്ട് ശരിക്കും ഞാൻ വീഡിയോ കാണുമ്പോഴാണ് ഞാൻ നമുക്ക് ഐ ലവ് യു എന്ന് പറയുമ്പോൾ താങ്ക് യു എന്ന് പറയുന്നുണ്ടെന്നും പിന്നെ ഞാൻ ആ കൈ തന്നതിന് ശേഷം ആ കയ്യിൽ ഞാനും ഉമ്മ വെച്ചു എന്നെല്ലാം ഞാൻ ആ വീഡിയോ കാണുമ്പോഴാണ് ഞാൻ ശരിക്കും അറിയുന്നത്. ശരിക്കും ആ സമയത്ത് നമുക്ക് എന്താ ഏതാന്നുള്ളൊരു അറിയാൻ വയ്യാത്ത പോലെ ഒരു അവസ്ഥയായിപ്പോയി. വീഡിയോ വൈറലായതിനു ശേഷം എന്തൊക്കെയാണ് മാറ്റങ്ങൾ? അത് എല്ലാവരും ഇങ്ങനെ മെസ്സേജ് അതിനകത്ത് ഇടുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്നെ ആ സമയത്ത് ആർക്കും അറിഞ്ഞുകൂടില്ല. അപ്പം ഞാനാണെന്ന് പോയിട്ട് ഞാനവിടെ മെസ്സേജ് ഇട്ടു. അപ്പം എല്ലാവരും ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു കമൻസ് ആയിരുന്നു. പിന്നെ ഒരു ചേട്ടൻ കാലിക്കട്ടിൽ നിന്ന് അവരുടെ ഒരു ഷോപ്പിൻ്റെ ഉദ്ഘാടനത്തിന് ചെല്ലണമെന്ന് പറഞ്ഞ് വിളിച്ചു. കാരണം മമ്മൂക്കൻ്റെ കൈ എൻ്റെ കയ്യിൽ തൊട്ടില്ലേ, അതുകൊണ്ട് ആ കൈ കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്ത ആ ഒരു നന്മയും അവർക്കുണ്ടാവും. അങ്ങനെയൊക്കെ എന്നോട് വന്നിട്ട് ഇൻബോക്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് ആ സിറ്റുവേഷനിൽ പോകാൻ വേണ്ടി പറ്റുന്നില്ലായിരുന്നു. പിന്നെ കുറേ പേർക്ക് അവർ പറയുന്നു കൂടെ നിന്ന് സെൽഫി എടുക്കണം, പിന്നെ ചിലർക്ക് കയ്യിൽ ഉമ്മ തരണം, അങ്ങനെയൊക്കെ പറയും. ശരിക്കും എത്ര വയസ്സിലാണ് മമ്മൂട്ടിയോടുള്ള ഒരു ആരാധന തുടങ്ങിയത്? അങ്ങനെ എനിക്ക് എത്ര വയസ്സെന്ന് അറിയാൻ പറ്റില്ല. കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയാണ് ഭയങ്കര മമ്മൂട്ടി ആരാധിക. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ നമുക്കിങ്ങനെ ഒന്നും ഫോട്ടോസൊന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഈ നാന ചിത്രഭൂമി, സിനിമാ മംഗളം അങ്ങനത്തെ അതെല്ലാം വാങ്ങിക്കുമായിരുന്നു അമ്മ. അതിൽ എല്ലാം കട്ട് ചെയ്തിട്ട് വീടിൻ്റെ അകത്ത് ഭിത്തിയിലെല്ലാം ഒട്ടിച്ചൊട്ടിച്ച് വെക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടിട്ടായിരിക്കും എനിക്കും. പിന്നെ ഞാൻ ഏറ്റവും ഫസ്റ്റ് എൻ്റെ ഓർമ്മയിലുള്ളൊരു മൂവി എന്ന് വെച്ചാൽ ഒരു വടക്കൻ വീരകഥയാണ്. അപ്പോൾ അതിലെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അപ്പം ഞാനിങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ കമൻ്റൊക്കെ പറയുമായിരുന്നു വീട്ടിൽ. അങ്ങനെ ഇപ്പം അമ്മയും പിന്നെ ഞാനും കൂടി ആയപ്പോഴത്തേക്കും അതൊരു പിന്നെ ഇപ്പം നമുക്ക് അങ്ങനെ ഒന്നും ഒട്ടിച്ച് വെക്കണ്ട. നമുക്ക് ഗൂഗിൾ എടുത്താൽ ഇഷ്ടംപോലെ ഫോട്ടോസ് ഉണ്ടല്ലോ, എപ്പോൾ വേണമെങ്കിലും എടുത്തെടുത്ത് കാണാം. അന്ന് അങ്ങനെ എല്ലാം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒത്തിരി ഫോട്ടോസ് ഇങ്ങനെ ഞാനും അമ്മയും ചേർന്നിട്ട് ഒട്ടിച്ച് വെക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു LP സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ തൊട്ടേ ഞാൻ ഭയങ്കര ഫാനാണ്. അതിന് ഇതുവരെയ്ക്കും ഒരു മാറ്റവും വന്നിട്ടേ ഇല്ല. ശരിക്കും ആസിഫ് അലിയുടെ ഒരു മൂവി ഉണ്ട്, രേഖാചിത്രം എന്ന് പറഞ്ഞാൽ. അതിൽ ഇതേപോലെ ഒരു മമ്മൂട്ടി ആരാധികയെ കാണിക്കുന്നുണ്ട്. മമ്മൂട്ടി ചേട്ടാന്ന് വിളിക്കുന്നത് പടം കണ്ടിട്ടില്ല രേഖാചിത്രം? ഇല്ല, ഞാനത് അത്ര അതുപോലെ തന്നെ കഥ പറയുമ്പോൾ മൂവിയുടെ ഒരു എന്താ അതേപോലെ ഒരു സിറ്റുവേഷൻ ആണല്ലേ ഇത്? അതെ അതെ. അത് ഞാൻ ആദ്യം ഇവിടെ വന്നിട്ട് കാണുമ്പോഴത്തേക്കും ആദ്യം മമ്മൂട്ടിയാണ് വന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് ആ കഥ പറയുമ്പോൾ മൂവിയിലെ ആ ഒരു സീനാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. പിന്നെ അദ്ദേഹം ഭയങ്കര ഒരു ജെന്യൂൻ ആൻഡ് സ്ട്രെയിറ്റ് ഫോർവേഡ് ഒരു പേഴ്സണാണ്. സിനിമ ഒരു അഭിനയം എന്നതിലുപരി ഒരു നല്ല ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭയങ്കര എക്സ്ട്രാ ജെന്യൂനാണ്, ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡാണ്. അപ്പോൾ അദ്ദേഹം ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു ഇതൊന്നും നോക്കാതെ എല്ലാം നോക്കാതെ മനുഷ്യരെ മാത്രമായിട്ട് ഒരു കൺസിഡർ ചെയ്യുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അദ്ദേഹത്തിന് അതെ 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 അതുമാണ് കൂടുതലും. അദ്ദേഹം ഇങ്ങനെ ബന്ധങ്ങളെ പറ്റി പറയുന്നത്, ഫാമിലിയെ പറ്റി പറയുന്നത്, ഭാര്യയെ പറ്റിയൊക്കെ പറയുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐഡിയൽ മാനാണ്. ഓക്കെ, കഴിഞ്ഞ ദിവസം മമ്മൂക്കയുടെ പേരിലൊരു വിവാദം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരാളെ അപമാനിച്ചു എന്നുള്ള രീതിയിൽ, അതൊക്കെ അറിഞ്ഞായിരുന്നു? എന്ത് തോന്നുന്നു? അറിഞ്ഞായിരുന്നു. എനിക്ക് അദ്ദേഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു രാഷ്ട്രീയം മതം അങ്ങനെ നോക്കിയിട്ട് ഒന്നും സംസാരിക്കുന്ന ആളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇപ്പം മീഡിയ ഒത്തിരി ഉള്ളത് കൊണ്ടിട്ട് അദ്ദേഹം ആ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് പറഞ്ഞത് മീഡിയയ്ക്ക് കിട്ടി. അത് പിന്നെ പ്രചരിച്ചപ്പോഴത്തേക്കും കുറേ ആളുകൾക്കെല്ലാം അത് ചിലപ്പോൾ ഒരു വേറിട്ട ഒരു അഭിപ്രായം തോന്നിക്കാണും. അതുകൊണ്ട് കുറേ ആൾക്കാരെല്ലാം അതിനോട് വിയോജിപ്പ് അറിയിച്ചു. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയില്ല. കാരണം അവർക്ക് രണ്ടുപേർക്കും ഒരു പ്രശ്നവുമില്ല. അത് കേട്ട ആൾക്കും ഒരു പ്രശ്നമില്ല, പറഞ്ഞ ആൾക്കും പ്രശ്നമില്ല. CM-ഉം സോമാപ്പ് അത് ഞാൻ ഇന്ന് രാവിലെ കണ്ടത്. അദ്ദേഹം ആ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ആ ഒരു നടന് തോന്നിയ ആ ഒരു പ്രശ്നത്തിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. അതിലാണ് എനിക്ക് ഏറ്റവും ഭയങ്കര സന്തോഷം തോന്നിയത്. അദ്ദേഹത്തിന് അത് പറയാനുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിനും ഉണ്ടായല്ലോ. അപ്പോൾ മക്കളൊക്കെ എത്രാം ക്ലാസ്സിൽ പഠിക്കുകയാണ്? ഞാൻ 7th +1. ഓക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ വൈറലൈസേഷൻ ഫ്രണ്ട്സൊക്കെ എന്ത് പറഞ്ഞു? ഫ്രണ്ട്സ് പറഞ്ഞു, ഓ നിന്റെ അമ്മ ഫേമസ് ആയല്ലോ.
അവർക്കൊക്കെ ഭയങ്കര സന്തോഷാണ്. എവിടെയോ ചിലരോടൊന്നും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. ലൈക്ക് മമ്മൂട്ടിക്ക് ഷെയ്ക്കാണ്ട് കൊടുത്തു അങ്ങനെ പറയുമ്പോൾ പലരും വിശ്വസിക്കത്തില്ല. പിന്നെ ഞാൻ ആ വീഡിയോ സ്റ്റോറി വെച്ചായിരുന്നു. അപ്പോൾ കുറേ പേര് ചോദിക്കും, ഓ നിന്റെ അമ്മയായിരുന്നു, ഞങ്ങൾ കണ്ടായിരുന്നു, അങ്ങനെ ഒന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പി. ചേട്ടന് എങ്ങനെയായിരുന്നു? ചേട്ടന്റെ സുഹൃത്തുക്കളൊക്കെ വീഡിയോ കണ്ടു? പറഞ്ഞു, എല്ലാവരും കണ്ടു, എല്ലാവരും പറഞ്ഞു. ഞാൻ പറഞ്ഞത് പെട്ടെന്ന് ഇമോഷണൽ ആയതാ. ഭയങ്കര ഇമോഷണലാണ്. വീട്ടിലാണെങ്കിലും പെട്ടെന്ന് ഇമോഷണലാവും. അപ്പോൾ അതിൻ്റെ ഒരു എനിക്ക് അദ്ദേഹം ഭയങ്കര ഈ ഒരു സ്നേഹബന്ധത്തിനൊക്കെ വില കൽപ്പിക്കുന്ന ഒരാളാണല്ലോ. അപ്പം ഞാനും അങ്ങനെ തന്നെയാണ്. എനിക്ക് എല്ലാത്തിനേക്കാളിലും ഉപരിയായിട്ട് മനുഷ്യർ അല്ലെങ്കിൽ മനുഷ്യബന്ധങ്ങൾ, സ്നേഹബന്ധം അങ്ങനെ കാണുന്ന ഞാനുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസൊക്കെ ഞാൻ എപ്പോൾ കണ്ടാലും എടുത്ത് നോക്കും. നമുക്ക് പണ്ടത്തെ പോലെയല്ല, ഇപ്പം എല്ലാം നമുക്ക് അവൈലബിൾ ആണല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂസ് എല്ലാം ഞാൻ എടുത്ത് കാണും, കേൾക്കും, എല്ലാം ചെയ്യും. അങ്ങനെയാണ് ഇപ്പം എനിക്ക് പണ്ടത്തെക്കാളിലും ഇപ്പം കൂടുതൽ എനിക്ക് അദ്ദേഹത്തോട് ഇഷ്ടം വന്നത്. അതെ 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 അദ്ദേഹം ഇപ്പം സംസാരിക്കുന്നത്. പിന്നെ സിനിമയൊക്കെ ആണെങ്കിലും ഒരു വേർഡ് കൊണ്ട് വരെ ചിലപ്പോൾ അദ്ദേഹം നമ്മളെ കരയിപ്പിച്ച് കളയും. ചില ആക്ടിങ്ങുകളൊക്കെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് നമ്മളുടെ ഹൃദയത്തിൽ ഇങ്ങനെ കൊള്ളും. അപ്പം അതുകൊണ്ട് എനിക്ക് അന്നും ഇന്നും ഇനി എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. ഇനി മമ്മൂക്കേനെ നേരിട്ട് കണ്ടൊന്ന് സംസാരിക്കാൻ പറ്റിയ എന്തായിരിക്കും മമ്മൂക്കയോട് പറയാനുള്ളത്? ഒന്നും പറയില്ല, ഇമോഷൻ. മമ്മൂക്കനോട് ഇനിയും കണ്ടാൽ എനിക്ക് ഒന്ന് ഹഗ് ചെയ്യണം, ഒന്ന് കയ്യിലൊരു കിസ് കൊടുക്കണം, പിന്നെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കണം. അങ്ങനെ എനിക്ക് വന്ന മെസ്സേജിൽ മമ്മൂക്കൻ്റെ കൂടെ അഭിനയിക്കാൻ സാധിക്കട്ടെ, അവാർഡുകൾ കിട്ടാൻ സാധിക്കട്ടെ. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ? ഇല്ലാതില്ല. എന്നാ വെച്ചാൽ ഞാൻ ആ സമയത്ത് ഇവർ പോകാൻ എണീക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ വീഡിയോയിൽ തന്നെ സെൽഫ് മോഡാക്കിയിട്ട്, നമ്മൾ ചിലർ പറയില്ലേ സിനിമയിലൊക്കെ അഭിനയിച്ചതിന് ശേഷം മമ്മൂക്കിൻ്റെ കൂടെ എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്, സെൽഫി മോഡിലാക്കിയിട്ട് മമ്മൂക്കിനെ എൻ്റെയും കൂടെ ഫ്രെയിമിൽ കിട്ടുന്ന രീതിയിലൊക്കെ വീഡിയോ എടുത്തിട്ട് ഒരു സ്ക്രീനിലാവുന്ന പോലെ, അങ്ങനെ ഒരു മനസ്സിൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അതേപോലെ എന്തെങ്കിലും ഒരു ചാൻസ് ഒക്കെ കിട്ടുവാണെങ്കിൽ എനിക്ക് ഇഷ്ടമാണ്. അതെ, ഭയങ്കര സന്തോഷം. എല്ലാവരും കൂടെ നിൽക്കും. ഓ തീർച്ചയായിട്ടും. അതെ അതെ അതെ. അപ്പൊ എന്തായാലും മമ്മൂക്കനെ ഇനി കാണാൻ സാധിക്കട്ടെ, സംസാരിക്കാൻ പറ്റട്ടെ, അതുപോലെ തന്നെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാനൊക്കെ പറ്റട്ടെ. എന്തായാലും ഇത്രയും നേരം സഹകരിച്ചതിന് താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. ഒരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇനി അന്ന് ഞാൻ അങ്ങനെ ഒരു ഇമോഷണലായിട്ട് ഞാൻ പറഞ്ഞാണ്. എന്നാലും ഇനി എനിക്കും പറയാനുള്ളത്, മമ്മൂക്ക ഐ ലവ് യു മോർ, വി ലവ് യു. എൻ്റെ ഫാമിലി എല്ലാവർക്കും അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ്. വി ലവ് യു മമ്മൂക്ക. ഓക്കെ, താങ്ക് യു ചേച്ചി. താങ്ക് യു.